ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഈ അരുണാചൽ പ്രദേശ് സ്വദേശിനിയായ പ്രേമ വാങ്ചോങ് എന്ന് പറഞ്ഞ ഒരു ലേഡി. അപ്പോൾ ഈ ലേഡി UK-യിൽ നിന്നും ചൈന വഴി ട്രാൻസിറ്റ് എടുത്ത് ജപ്പാനിലേക്ക് യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ ചൈനയുടെ എയർപോർട്ടിൽ 18 മണിക്കൂർ തടഞ്ഞു വയ്ക്കപ്പെടുകയാണ്. ഇതാണ് വിഷയം. ഈ വിഷയം ആദ്യം ചെറുതായിട്ടാണ് ചർച്ച ചെയ്യപ്പെട്ടത്, പക്ഷേ ഇപ്പം വലിയ രീതിയിൽ ഇത് ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം ചൈനയും ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിലെല്ലാം ഉപരിയായിട്ട് ആ ലേഡിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ലേഡി പറഞ്ഞു വെച്ച സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചൈനയുടെ എയർപോർട്ടിൽ എത്തിയ സമയത്ത് ഇവരുടെ പാസ്പോർട്ട് ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞിട്ട് ചൈനീസ് എയർപോർട്ടിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായിട്ടും, ഈ ലേഡിയുടെ മുഖ ഷേപ്പ് കണ്ടിട്ട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, നിന്നെ കണ്ടാൽ ഒരു ചൈനീസ് പൗരയാണെന്നേ തോന്നുള്ളൂ, നീ ഇന്ത്യൻ പാസ്പോർട്ട് റദ്ദാക്കിയിട്ട് ചൈനയുടെ പാസ്പോർട്ട് എടുക്കാനാണ് ഉപദേശിച്ചത്. അപ്പോൾ ഇത് ഒരാൾ യാത്ര ചെയ്യുന്ന സമയത്ത് പിടിച്ചു നിർത്തിയിട്ട് ഒരു ടെൻസ്ഡ് മൊമെന്റിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തമാശ രൂപേണ ഈ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നെങ്കിലും അത് ഒഫൻസീവാണ്. അത് ശരിക്കും ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഈ ലേഡിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല, അവർ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ അതേസമയം അവർ ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുള്ളതാണ് അവർ പറഞ്ഞത് ആവർത്തിച്ച്. അപ്പോഴത്തേക്കും അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമല്ല, ഇന്ത്യ പേര് കൊടുത്തിരിക്കുന്ന അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞ സ്ഥലം ചൈന അംഗീകരിച്ചതല്ല, അത് ഇന്ത്യയുടേതാണെന്നല്ല ചൈന അംഗീകരിച്ചിരിക്കുന്നത്, അത് ചൈനയുടെ ഇൻ്റഗ്രൽ പാർട്ടാണെന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എയർപോർട്ടിലുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അപ്പോൾ അതായത് ഇത്രയും കാലം നമ്മൾ ഫ്ലൈറ്റ് സർവീസ് പോലും നടത്താതിരുന്ന ഒരു രാജ്യം ഇപ്പം നിലവിൽ ഇങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ നാട്ടിലുള്ള ഉദ്യോഗസ്ഥർ, എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഈ രീതിയിലുള്ള ചിന്താഗതികളാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. Yes, so basically, I am an Indian citizen residing in UK for about 14 years. And I was traveling on my holiday from London Gatwick to Japan via a transit in Shanghai. And basically, I went past the e-gates, happily queuing up for the security gates to transfer onto my next flight onto Osaka in Japan. And one of the officials from the Chinese immigration came over and singled me out of the queue, basically said, look, India, took my name and something and took me out. So I asked her what is happening, and she basically didn't say much and just basically asked me to follow her. Took me close to the e-gates where there is the immigration, the manual counters for the immigration, and then she went on to say, Arunachal, not India, China, your visa not acceptable, your basically passport is invalid. Very confusing moment, obviously, because never heard of that before. We obviously are a proud Indian citizens, all residents of Arunachal Pradesh. And basically, she wouldn't give me an explanation. She wouldn't let me go back into the queue, said you cannot board the plane. Then other officials came. So actually, I probably interacted with around 10 other immigration officers. So another lady came, took me to another part of the airport. And in fact, when I tried to question them and ask them what was the issue, they said, Arunachal is not part of India, very clearly. And they said, you should apply, and started mocking and laughing and saying things like, you should apply for Chinese passport. You're Chinese, you're not Indian. Some mockery around there. Then basically they took me to the transfer desk of China Eastern, which is next to an immigration desk. അപ്പോൾ അതിനെ തുടർന്ന് ഇന്ത്യൻ കൗൺസിലേറ്റ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും അപ്പം അതുവരെ അവർക്ക് ഒരു രീതിയിലുള്ള ഭക്ഷണമോ വെള്ളമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ തുടർന്ന് എയർലൈൻ ഉദ്യോഗസ്ഥർ പോലും, അതായത് ഇവർ യാത്ര ചെയ്ത് വന്ന എയർലൈൻ ഉദ്യോഗസ്ഥർ പോലും ഇവരെ കളിയാക്കിയതായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്ന് ഇന്ത്യൻ കൗൺസിലേറ്റിൽ അവർ ബന്ധപ്പെടുകയും ഇന്ത്യൻ കൗൺസിലേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷമാണ് ഇവർക്ക് ആഹാരം പോലും കൊടുത്തത് എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ആ ഒരു ഇന്റഗ്രൽ പാർട്ടായിട്ടുള്ള ഒരു ലാൻഡിനെ ചൈന വിശേഷിപ്പിക്കുന്നത് ഷങ്നാൻ എന്നുള്ള ഒരു പ്രദേശമായിട്ടാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഷങ്നാൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഷങ്നാൻ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ്, എൻറ്റയർ അരുണാചൽ പ്രദേശ് അവരുടെയാണെന്നാണ് അവരുടെ അവകാശവാദം. First of all, Zhangnan is China's territory. China never acknowledges the so-called Arunachal Pradesh, illegally set up by India. As for the individual case you mentioned, we've learned that during the whole process, China's border inspection authorities have gone through the whole process in accordance with laws and regulations and had just enforcement and fully protected the lawful rights. ചുരുക്കി പറഞ്ഞാൽ ചൈന ഈ പ്രദേശത്ത് കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും, ഇന്ത്യയുടെ ബോർഡറിൽ കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ടിബറ്റ് തന്നെ അവർ കയറി പിടിച്ചതാണ്. എന്നിട്ടാണ് ടിബറ്റും കടന്ന് അരുണാചൽ പ്രദേശൊക്കെ ഇപ്പോൾ അവർ അവകാശം പറയുന്നത്. എനിവേ, അപ്പോൾ അങ്ങനെ ഏതാണ്ട് 18 മണിക്കൂറോളം ഈ ഒരു വിഷയം അവിടെ ഇവർ ട്രാൻസിറ്റ് ഫ്ലൈറ്റിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അവർക്ക് എയർപോർട്ടിൽ അവിടെ സ്റ്റേ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു. പക്ഷേ ഈ 18 മണിക്കൂർ എന്ന് പറഞ്ഞതിൻ്റെ വെയിറ്റിംഗ് ടൈം ഉൾപ്പെടെയുള്ള ട്രാൻസിറ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള സമയം കൂടി ചേർത്തിട്ടാണ്.
അപ്പോൾ അതുകൊണ്ട് അവിടെ ഇൻസിഡൻറ്റ് സംഭവിച്ചു. അവർ ഇമീഡിയറ്റ് ആയിട്ട് ഇന്ത്യൻ കൗൺസിലേറ്റിനെ അറിയിച്ചു. ഇന്ത്യൻ കൗൺസിലർമാർ അവിടെ എത്തി. പക്ഷേ ആ ഇൻസിഡൻ്റ് ആണ് ഇവിടെ ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ചൈന അവരുടെ സൈഡിലുള്ള എക്സ്പ്ലനേഷൻസ് തന്നിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, അതായത് എയർപോർട്ടിൽ ആ വ്യക്തിയെ ഒരു രീതിയിലും അപമാനിച്ചിട്ടില്ല എന്നാണ് ചൈനയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ചൈന അങ്ങനെ പറയൂ, ചൈന മറിച്ചൊന്നും പറയാൻ പോകുന്നില്ല. എന്നിട്ട് ചൈന പറഞ്ഞിരിക്കുന്നത് അരുണാചൽ പ്രദേശ് സ്റ്റിൽ ചൈനയുടെ ഇൻറ്റഗ്രൽ പാർട്ടാണെന്നുള്ളതാണ് അവർ ആ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ വൃത്തിയായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇന്ത്യയുടെ സൈഡിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയുടെ ഇൻറ്റഗ്രൽ പാർട്ടാണെന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. China may repeat its baseless claims as many times as they want. That is not going to change our position. Arunachal Pradesh was, is and will remain and always remain an integral and inalienable part of India. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൈമാറിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇന്ത്യയും ചൈനയും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു അരുണാചൽ പ്രദേശ് ഇഷ്യൂ വന്നിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഈ അരുണാചൽ പ്രദേശിലുള്ള ജനങ്ങൾ ഇതേപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് ചൈനയിൽ ഇതേപോലത്തെ ഭീഷണികൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇതിലുപരിയായിട്ട് ഇതേ സെയിം ലേഡി ഇതിനു മുമ്പും UK നിന്നും ചൈന ത്രൂ ജപ്പാനിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട്. ജപ്പാന്റെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചൈനയുടെയും എയർപോർട്ടിന്റെ എൻട്രി എക്സിറ്റ് സ്റ്റാമ്പ് അവരുടെ പാസ്പോർട്ടിൽ ഉണ്ട് താനും. ഇതെല്ലാം തന്നെ അവിടെ പരിശോധിച്ചിട്ടാണ് അവർ ഈ പാസ്പോർട്ട് ഇൻവാലിഡ് ആണെന്നുള്ള രീതിയിലുള്ള നിലപാടെടുത്തത്. നമ്മൾ വാർത്തകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് കേട്ട ഉടനെ ചാടിക്കയറി വന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റായ വാർത്തകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മുതിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് താമസിച്ചാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇനിയിപ്പം അടുത്തത് സുഡാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. ഈ സുഡാനിൽ നടക്കുന്ന സിവിൽ വാർ. ഒരു 10 ദിവസത്തിന് മുമ്പ് നമ്മൾ ഇതേ വിഷയത്തിൽ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സുഡാനിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ച് റെസൊല്യൂഷൻ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പം നിലവിൽ UAE, അമേരിക്ക, സൗദി അറേബ്യ പോലത്തെ കുറച്ച് രാജ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് അവിടെ ഒരു സമാധാന കരാർ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമാധാന കരാറിൻ്റെ പ്രൊപ്പോസൽ ലോകമെമ്പാടും റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യൂറോപ്പ്, വെസ്റ്റ് ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവിടെ നടക്കുന്ന മാത്രമാണ് യുദ്ധം, അല്ലാതെ ഇവിടെ സുഡാനിൽ നടക്കുന്നത് യുദ്ധമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സുഡാന്റെ സൈഡിലേക്ക് നടക്കുന്ന കൺസോൾട്ടേഷൻസിനെ കുറിച്ച് പുറത്ത് വാർത്തകളൊന്നും വരുന്നില്ല. പക്ഷേ സുഡാനിൽ ഇതേപോലെ ഒരു സമാധാന കരാർ അമേരിക്ക ഇതേപോലെ ഞാൻ പറഞ്ഞ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് സുഡാനിൻ്റെ 2 സംഘടനകളുണ്ടല്ലോ, SDF എന്ന് പറഞ്ഞ സുഡാൻ ഡിഫൻസ് ഫോഴ്സ് അവരും അതുപോലെ തന്നെ RSF എന്ന് പറഞ്ഞ സംഘടനയും, ഈ 2 സംഘടനകളും ഈ പീസ് പ്ലാനിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ SDF ആണ് ഇതിനെ തള്ളുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ രാജ്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾ ഈ പീസ് പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെല്ലാം തന്നെ RSFനെ പിന്തുണയ്ക്കുന്ന രീതിയിലും RSFന് പൂർണ്ണമായിട്ട് ഒരു ആധിപത്യം കൊടുക്കുന്ന രീതിയിലാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ എഗ്രിമെന്റ്. അതാണ് പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ ഇതിനകത്ത് കുറേ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇതിലെന്താണ് ഈ SDF പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, SDF ആണ് ഇതിനെ തള്ളിക്കളയുന്നത്. അപ്പോൾ SDF തള്ളിക്കളയാനുള്ള കാരണങ്ങളായിട്ട് ഇതിനകത്ത് കുറേ പോയിന്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. RSF ഇതിനകത്ത് വലിയ രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. കാരണം അമേരിക്ക, UAE, സൗദി അറേബ്യ പോലത്തെ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഡ്രാഫ്റ്റ് ഈ എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് SDFന് ഇതിനെ മുഖവിലേക്ക് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം RSFനെ അറബ് രാജ്യങ്ങൾ, കുറച്ച് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും കൂടി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഈ എഗ്രിമെന്റ്, ഈ പീസ് എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തതിൽ. അപ്പോൾ അതിനകത്ത് ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ SDF വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ എഗ്രിമെന്റിനെ തള്ളുന്നത് എന്നാണ് SDF പറയുന്നത്. സുഡാന്റെ സൈനിക മേധാവി, അതായത് SDFന്റെ ലീഡറായിട്ടുള്ള ബുർഗാനാണ് ഈ സമാധാന കരാർ തള്ളിയത്. അമേരിക്ക, UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ് 4 രാജ്യങ്ങളുമാണ് ഈ സമാധാന കരാർ മുന്നോട്ട് വെച്ചത്. 30 മാസം നീണ്ടു നിൽക്കുന്ന ഒരു സീസ് ഫയർ, അതാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് ഈ ഒരു കരാർ ആവശ്യപ്പെടുന്നത് ഈ സൈന്യം നടത്തുന്ന ഈ ഒരു സംഘടന പിരിച്ചുവിടണം. നിലവിൽ 2 പേരും ഒഫീഷ്യൽ അല്ല. 2 പേര് SDF എന്ന് പറയുന്നത് മുമ്പ് ഗവൺമെന്റ് നടത്തിയിരുന്ന ബുർഗാൻ എന്ന് പറഞ്ഞ ആ ഒരു ലീഡർ ശരിക്കും ഈ ഗവൺമെന്റിന്റെ അതേ ആർമിയെ തന്നെയാണ് ഈ RSFനെതിരെ ഉപയോഗിക്കുന്നത്. പക്ഷെ അതേസമയം RSF ഒരു മിലീഷ്യ ഗ്രൂപ്പായിട്ട് ഇതിനെ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെടുത്ത് നിങ്ങളുടെ സംഘടന പിരിച്ചുവിടണമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതേസമയം SDFന്റെ അടുത്ത് സംഘടന പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പോയിന്റ് ഈ എഗ്രിമെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് SDFന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമ്പർ 1. അങ്ങനെ SDFന്റെ ഈ സംഘടന പിരിച്ചുവിടുമ്പോൾ രാജ്യത്തിന്റെ സെക്യൂരിറ്റി ഇല്ലാതാകുന്നു എന്നാണ് SDFന്റെ വാദം. പക്ഷേ അതേസമയം RSF അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. RSFന് പിരിച്ചുവിടാൻ സംഘടനകളില്ല. ഒഫീഷ്യലായിട്ട് അങ്ങനെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള കണക്ഷൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവരൊരു മിലീഷ്യ ഗ്രൂപ്പാണ്. അപ്പോൾ അതൊരു തീവ്രവാദ നിലപാടുമായിട്ട് അങ്ങനെ തന്നെ തുടരും
എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് SDFനെ ആശങ്കപ്പെടുത്തുന്നത്. ഇതുവരെ ഏതാണ്ട് 40,000 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1,40,000 പേര് വീട് വിട്ടൊഴിഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ എൽഫാഷർ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം പിടിച്ചെടുക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടന്നതായിട്ട് SDF പറയുന്നുണ്ട്. അമേരിക്ക ആണെങ്കിൽ പറയുന്നത് ഈ 30 മാസത്തെ നീണ്ട ഒരു വെടിനിർത്തലിന് മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു സാമ്പിൾ വെടിനിർത്തൽ അത് അമേരിക്ക ഒരു പോയിന്റ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അമേരിക്ക ഉപദേശിക്കുന്നത് ഒരു 3 മാസത്തേക്ക് ഒരു സീസ് ഫയർ ടെമ്പററി ആയിട്ട്, അത് കഴിഞ്ഞ് ഒരു 9 മാസം ടൈം എടുത്ത് ചർച്ച നടത്തണം. രണ്ട് കൂട്ടരും ചേർന്ന് ചർച്ച നടത്തണം. മീഡിയേഷൻ ടീമുകൾ ഉണ്ടാവും. ഈ മീഡിയേഷൻ ടീം എന്ന് പറഞ്ഞാൽ ഇതേ അമേരിക്ക, UAE, ഈജിപ്റ്റ്, സൗദി അറേബ്യ ഇവരൊക്കെ തന്നെയാണ് ഉണ്ടാവുക. അപ്പം ഇതുപോലെയുള്ള നിബന്ധനകൾ ഇവരുടെ മേളിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഇവർക്ക് താല്പര്യപ്പെടുന്നില്ല. കാരണം കണ്ടീഷൻസ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് യുദ്ധം നിർത്തണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഓപ്പൺ ആയിട്ടുള്ള ചർച്ചയാണ് വേണ്ടത് എന്നുള്ള നിലപാടാണ് SDFന്. RSF ഇതിനകത്ത് ഒരു റോളും ഇല്ല. കാരണം RSF അങ്ങ് മാറി നിൽക്കുകയാണ്. RSFന് പകരമാണ് ഈ രാജ്യങ്ങളൊക്കെ ഇറങ്ങി തിരിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ SDF പറയുന്നത് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടത്തണമെന്നുണ്ടെങ്കിൽ ഈ RSF എന്ന് പറഞ്ഞ സംഘടനയിൽപ്പെട്ട ആൾക്കാർ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണം. അവരെ പിടിച്ചെടുത്തിരിക്കുന്നത്, അവർ ഇതുവരെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം വിട്ട് അവർ ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് SDFന്റെ വാദം. പക്ഷേ ഇത് RSF ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം RSF ഇപ്പോൾ ഡോമിനേറ്റ് ചെയ്ത് മുന്നോട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഘടന, അറബ് വംശജരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സംഘടന, തീർച്ചയായിട്ടും SDF പറയുന്നത് കേട്ടുകൊണ്ട് അവർ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല എന്നുള്ളതാണ് നിലവിലെ ഒരു സിറ്റുവേഷൻ. പിന്നെ SDF പറയുന്നത് ഈ RSF മടങ്ങിപ്പോയതിനു ശേഷം ഈ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും വീടുകളൊക്കെ വിട്ട് ഒഴിഞ്ഞു പോയ 1,40,000 ആൾക്കാർ, കുടുംബങ്ങളുണ്ട്. ഇവരെല്ലാം തന്നെ വീണ്ടും അതേ സ്ഥലങ്ങളിലേക്ക് മടങ്ങി എത്തണം. അതിനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാവുക എന്നാണ് SDF പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു രീതിയിലുള്ള സീസ് ഫയറും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണ്ട എന്നുള്ളതാണ് ബുർഹാന്റെ തീരുമാനം. ഈ 4 രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് സുഡാനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പ്രധാനമായിട്ട് അമേരിക്കയെ ജസ്റ്റ് ഒരു കൂട്ടുപിടിച്ചിരിക്കുന്നു. ബാക്കിയുള്ള 3 അറബ് രാജ്യങ്ങളുടെ താല്പര്യങ്ങളാണ് ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത്. അപ്പോൾ അതിനകത്ത് ഈ റെഡ് സീയുടെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ഡോമിനേഷൻ വേണം. അതുപോലെ തന്നെ സുഡാന്റെ സ്വർണവും ഗോതമ്പും, ഇത് രണ്ടും, അഗ്രികൾച്ചറും അതേപോലെ ഈ സ്വർണവും, ഇതാണ് മെയിൻ ആയിട്ടുള്ള താല്പര്യം. ഈ 3 രാജ്യങ്ങളും ഇതാണ് ലക്ഷ്യം വെക്കുന്നത്. അതിലുപരിയായിട്ട് ചെങ്കടലിന്റെ ഭാഗത്തുള്ള ആ തുറമുഖത്തിന്റെ ആധിപത്യം ഇത് നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ 3 രാജ്യങ്ങളും അവിടെ ലക്ഷ്യം വെക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഈ 3 രാജ്യങ്ങളായാൽ തന്നെയും ഈ 3 രാജ്യങ്ങൾക്കും അമേരിക്കയുടെ സ്വാധീനം വളരെ വലുതാണ്. ഇവരൊക്കെ തന്നെ അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളും കൂടിയാണ്. അപ്പോൾ ഇതാണ് നിലവിലെ സുഡാന്റെ അവസ്ഥ. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡെവലപ്മെന്റ്സ് ആണ് ഇതൊക്കെ. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും അരുണാചൽ പ്രദേശിന്റെ വിഷയം, അത് ചൈന വീണ്ടും ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലം, അതുപോലെ തന്നെ സുഡാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അപ്ഡേറ്റ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.